ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നമ്മുടെ കൂട്ടത്തിൽ വളരെ ശക്തമായി പ്രവർത്തിച്ച് ഹിന്ദുധർമ്മത്തിൻ്റെ സാമാന്യമായും ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വിശേഷമായും വളരെ ലക്ഷ്യബോധത്തോടുകൂടി പ്രവർത്തിച്ചൊരു മഹാത്മാവാണ് ശശികുമാരവർമ്മ. പന്തളം രാജപ്രതിനിധിയായിട്ട് അദ്ദേഹമാണ് ദീർഘകാലമായിട്ട് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ 5 മണിക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ശരീരം ശാന്തമായിട്ടുണ്ട്. അറിവ് ഇവിടെ വന്നപ്പോഴാണ് കിട്ടിയത്. നമ്മുടെ എല്ലാവരുടെയും സങ്കല്പങ്ങളും പ്രാർത്ഥനകളും ഒക്കെ ആ ഒരു ധന്യാത്മാവുമായി ബന്ധപ്പെട്ടുണ്ടാവുക. അയ്യപ്പസ്വാമിയിൽ വിലയീഭൂതമായൊരു ഭാവമാണ് എപ്പോഴും അദ്ദേഹം സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും ഒക്കെ. അതുപോലെ സ്നേഹവും വിനയവും എല്ലാം തികഞ്ഞൊരു ഭാവത്തിലാണ് പെരുമാറുക. നമ്മുടെ ഒരു ധാർമ്മികമായ പാതയിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിന് വലിയൊരു ഒരു ശക്തി കേരളത്തിന് ലഭിച്ചിട്ടുണ്ട് ഭക്തന്മാരെ സംബന്ധിച്ച്. ശബരിമലയിൽ അത്യാചാരങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ശക്തമായ നിലപാടെടുത്ത് ആരംഭത്തിൽ ഭക്തജന സംഗമമൊക്കെ സംഘടിപ്പിക്കുന്നതിൽ നേതൃത്വം വഹിച്ചത് അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളൊക്കെ വിഭിന്നമാണ്. രാഷ്ട്രീയ കാഴ്ചപ്പാട് എന്തു തന്നെ ആയാലും ധർമ്മത്തിന് വിരുദ്ധമായിട്ട് അത് നീങ്ങുമ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കാൻ സാധിച്ചു അദ്ദേഹത്തിന്. ഏതായാലും ആ ഒരു പാവന സ്മരണ അതിൻ്റെ മുമ്പിൽ ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. നമ്മൾ നാരദീയ ഭക്തിസൂത്രങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ആരംഭിച്ചു. 2 സൂത്രങ്ങളാണ്, അല്ല 2 സൂത്രങ്ങളാണ് ശ്രദ്ധിച്ചത്. ഒന്നാമതായി അനന്തരം അതുകൊണ്ട് നാം ഭക്തിയെ വ്യാഖ്യാനിക്കാമെന്ന് പറഞ്ഞു. രണ്ടാമത്തെ സൂത്രം കൊണ്ട് എന്താണ് ഭക്തി എന്ന് നിർവചിച്ചു. സാ ത്വസ്മിൻ പരമപ്രേമരൂപ എന്ന്. ഭക്തി ഇവനിലുള്ള പരമപ്രേമമാണ്. അത് നമ്മൾ വിശദമായി പഠിച്ചു. അതാണ് മുഖ്യ സൂത്രം.
മിക്കവാറും ദാർശനിക സൂത്രഗ്രന്ഥങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സൂത്രം രണ്ടാമത്തതായിരിക്കും. പൊതുവെ എല്ലാത്തിനും ഉറപ്പിച്ച് പറയാൻ വയ്യ, മിക്കവാറും. അതെങ്ങനെ ചോദിച്ചാൽ ഒന്നാമത്തെ സൂത്രം പ്രതിജ്ഞയായിരിക്കും. രണ്ടാമത്തെ സൂത്രത്തിലാണ് നിർവചനം ഉണ്ടാവുക. ബ്രഹ്മസൂത്രത്തിലും യോഗസൂത്രത്തിലും സാഖ്യത്തിലും എല്ലാം അങ്ങനെ തന്നെയാണ്. ഇവിടെ അങ്ങനെ തന്നെയാണ്. എന്താണ് ഭക്തി എന്നുള്ളത് നിർവചിക്കുന്നത് രണ്ടാം സൂത്രമാണ്. സാ ത്വസ്മിൻ പരമപ്രേമരൂപ. അവളാകട്ടെ, അതായത് ഭക്തിയാകട്ടെ, ഇവനിലുള്ള, ഈ ഈശ്വരനിലുള്ള പരമപ്രേമരൂപ. പരമപ്രേമമാണ്. പരമപ്രേമം എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ കവിഞ്ഞു മറ്റൊന്നില്ലാത്ത പ്രേമം. അതിനേക്കാൾ കവിഞ്ഞു മറ്റൊന്നില്ലാത്ത പ്രേമം. ദേശകാല വസ്തു പരിമിതികളില്ലാത്ത പ്രേമം. അങ്ങനെയുള്ള പ്രേമം ഈശ്വരനിൽ. ഏത് ഈശ്വരനിൽ? ആ ഈശ്വരനല്ല, അങ്ങ് ദൂരെയുള്ള ഈശ്വരനല്ല. ഈ ഈശ്വരൻ തന്നോട് ചേർന്ന് അകത്തും പുറത്തും ഒരുപോലെ വ്യാപിച്ച് സർവത്ര സർവഥാ തന്നോട് ചേർന്നുള്ള ഈശ്വരനിലുള്ള പരമപ്രേമമാണ് ഭക്തി. നമ്മൾ പഠിച്ചു കഴിഞ്ഞ പ്രാവശ്യം. അടുത്ത സൂത്രം അമൃതസ്വരൂപാച്ച. അതും പറഞ്ഞല്ലോ കഴിഞ്ഞ പ്രാവശ്യം. അമൃതസ്വരൂപയും. അകറ്റണേ, അവിടുന്ന് കുറച്ചൊന്ന് അവിടെ പറഞ്ഞ അമൃതസ്വരൂപയും എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഭക്തി ഈശ്വരനിലുള്ള പരമപ്രേമമാണ്, അതുപോലെ അമൃതസ്വരൂപയുമാണ്. ഇത് ഈ അമൃതസ്വരൂപ എന്ന് പറഞ്ഞാൽ അമൃതത്വം സ്വരൂപമായിട്ടുള്ളവൾ. ഭക്തിയുടെ സ്വരൂപം അമൃതത്വമാണ്. മനുഷ്യൻ എപ്പോഴും എക്കാലവും മരണത്തെ അതിക്രമിക്കാൻ എന്താണ് മാർഗമെന്ന് അന്വേഷിച്ചിട്ടുണ്ട്. എല്ലാ മാർഗങ്ങളെയും അവലംബിച്ചുകൊണ്ട് എനിക്ക് എങ്ങനെ മരണത്തെ അതിക്രമിക്കാൻ സാധിക്കും, ഭൗതികമായി അന്വേഷിച്ചവരുണ്ട്. ഇപ്പം ശരീരം നശിക്കാതെ നിലനിർത്തിയാൽ മരണമില്ലാത്തൊരവസ്ഥ കൈവരും എന്നൊക്കെ വിചാരിച്ചിട്ട് മമ്മികളാക്കിയൊക്കെ ശരീരത്തെ വെച്ചവരുണ്ട്. ഇന്ന് മമ്മികൾക്കൊന്നും ഒരു സ്വൈരമില്ലാത്ത കാലമാണ്. നാടിൻ്റെ എല്ലാ ഭാഗത്തുനിന്നും മമ്മി കുഴിച്ചെടുത്തിട്ട് ഇപ്പോൾ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുക എല്ലായിടത്തും. ചില മന്ത്രങ്ങൾ, ചില ഔഷധങ്ങളൊക്കെ പ്രയോഗിച്ചിട്ട് മരണത്തെ അതിക്രമിക്കാൻ ശ്രമിച്ചവരുണ്ട്. ഇപ്പം നവീന കാലഘട്ടത്തിൽ ചില്ലാനം കൊടുത്തിട്ട് ശരീരം അത്യന്തം ശീതീകരിച്ച് വെച്ചിട്ട് ഒരു കേടും വരാതെ വെച്ചിട്ട് ശാസ്ത്ര ഗവേഷണങ്ങൾ നടക്കുന്നതിനനുസരിച്ച് ജീവനെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിൽ പല കമ്പനികൾക്കും പൈസ കൊടുത്ത ആൾക്കാരുണ്ട്. കോടിക്കണക്കിന് ഡോളർ ഒക്കെ ഉണ്ട്. ഇപ്പം എല്ലാ കാലത്തും ഉണ്ട്. എന്നാൽ മരണത്തെ അതിക്രമിക്കാനുള്ള ഏകമാർഗം തൻ്റെ സ്വരൂപബോധമാണ്. ഞാൻ ആര് എന്ന ബോധമാണ്. ഏത് കൊച്ചുകുട്ടിക്കും അറിയാം ശരീരം ഞാനല്ല എൻ്റെതാണെന്ന്. ഏത് കൊച്ചുകുട്ടിക്കും അറിയാം എൻ്റെ ശരീരം, എൻ്റെ കൈ, എൻ്റെ കാല്, എൻ്റെ തല എന്നല്ലാതെ ഞാൻ കൈ, ഞാൻ തല, ഞാൻ കാലെന്നൊന്നും ആരും പറയാറില്ല. പക്ഷേ കൊച്ചുകുട്ടിക്ക് പോലും ഇതറിയാമെങ്കിലും വിദ്വാൻമാർ പോലും ഈ ശരീരമാണ് ഞാനെന്ന അഭിമാനത്തിൽ കഴിയും. ശരീരം ജനിച്ചതാണ്, അതുകൊണ്ട് നിശ്ചയമായും മരിക്കും. ആരായാലും മരിക്കും. അല്ല, മരിക്കാത്ത വല്ലവരും ഉണ്ടോ അവിടെ? എല്ലാവരും മരിക്കും. എന്നാന്നറിയില്ല എന്നേ ഉള്ളൂ. അതറിയാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ പത്രാസായിട്ട് നിന്നെ ഞാൻ കാണിച്ചു തരാം, നിന്നെ ഒരു പാഠം പഠിപ്പിക്കും, ഇല്ലേ? ഇപ്പം ഞാൻ ഇത്ര പേരെ കൊന്നു, ഇനി ഇത്ര പേരെ കൂടി കൊല്ലും, ഇന്നതൊക്കെ ഞാൻ നേടി, ഇനി ഇന്നതൊക്കെ ഞാൻ നേടും എന്നൊക്കെ പറഞ്ഞ് നടക്കണത് എന്തുകൊണ്ടാണ്? എന്നാ കാറ്റ് പോവാന്ന് അറിയാത്തതുകൊണ്ടാണ്. പോകുന്ന എല്ലാവർക്കും ഉറപ്പാണ്.
ശരീരത്തോട് എത്ര കാലം വരെ നമ്മൾ താതാത്മ്യപ്പെട്ട് കഴിയുന്നുണ്ടോ അത്രയും കാലം മരണം സുനിശ്ചിതമാണ്. എന്നാൽ ഞാൻ ശരീരമല്ല, ഇതൊരു ഉപാധി മാത്രമാണ്, ഞാൻ ജന്മമരണങ്ങൾക്കപ്പുറത്തുള്ള സ്വരൂപമാണ് എന്ന ബോധം ആരിൽ ദൃഢമാണോ അവന് മരണമില്ല, അവനെ കൊല്ലാൻ കഴിയില്ല, അവനെ കൊല്ലാൻ കഴിയില്ല. കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചു, സ്വാമിക്ക് ഏറ്റവും തമാശ തോന്നിയിട്ടുള്ള സമയം എപ്പോഴൊക്കെയാണ്? അയ്യോ, അതെങ്ങനെയാണ് പറയുക, അധിക ദിവസം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഒരു തമാശ തോന്നാനും ചിരിക്കാനുമുള്ള വകകൾ അധിക ദിവസവും ഉണ്ടാവില്ലേ? എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. എന്നാൽ ഏറ്റവും അധികം തോന്നിയത് എപ്പോഴാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ അധികം തോന്നിയത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ കുറേ കൊല്ലങ്ങൾക്ക് മുമ്പാണ്. ഇപ്പം ഇല്ല കേട്ടോ, ഇപ്പം നിന്നു. ഇപ്പോൾ പൊതുവേ കത്തയക്കാനൊന്നും ആർക്കും ഇല്ല. ഈ കൂട്ടത്തിലാരും കത്തയക്കാറുണ്ടോ? അപ്പോൾ ഇല്ലല്ലോ. ഉണ്ടോ? കത്തില്ലല്ലോ. ഇപ്പോൾ ഇമെയിൽ, പിന്നെ ഫോണിൽ മെസ്സേജുകളൊക്കെയാണ്. മുമ്പ് കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് എല്ലാ വർഷവും, അതിപ്പോഴും ഉണ്ട്, ജാനുവരി 12 മുതൽ 18 വരെ കോഴിക്കോട് മുതലക്കുളം മൈതാനത്തിൽ പ്രഭാഷണ പരമ്പരയാണ്. അത് കുറേ കൊല്ലമായി തുടങ്ങിയിട്ട്. ഇതാണ്ട് കഴിഞ്ഞാലാണ് ഏറ്റവും തമാശയുള്ള സന്ദർഭം. ഇതാണ്ട് കഴിഞ്ഞാൽ പിന്നെ ഊമക്കത്തുകളുടെ കളിയാണ്. ചിലതൊക്കെ നമുക്ക് ചിന്തിക്കേണ്ടതാ. നിൻ്റെ കഴുത്തുണ്ടാവില്ല, കഴുത്തിന് മുകളിൽ തല ഉണ്ടാവില്ല, അതൊക്കെയാണ്. അതിലൊന്നും തമാശയില്ല, അതൊക്കെ സത്യമാണല്ലോ. ഒരാൾ ചോദിച്ചാൽ കത്തിയോട്ട് മുറിക്കാൻ പറ്റില്ലേ? മുറിക്കാൻ പറ്റും. ആരെങ്കിലും വിചാരിച്ചത് കത്തിയോണ്ട് മുറിക്കാൻ പറ്റും, വാളുകൊണ്ട് മുറിക്കാൻ പറ്റും, ഒക്കെ പറ്റും. അതിൽ തമാശയൊന്നുമില്ല. അത് കുറച്ച് ആലോചിക്കുമ്പോൾ തന്നെ വേദനയാണ്. അയ്യോ, നല്ല വേദന ഉണ്ടാവുമല്ലോ എന്നാണ്. പക്ഷെ തമാശ തോന്നുക നിന്നെ കൊല്ലും എന്നുള്ളതാണ്. അത് വായിക്കുമ്പോൾ ഒരു തമാശ. എന്നെ കൊല്ലാൻ ആർക്കാ കഴിയുക? ലോകത്തിൽ ആർക്ക് എന്നെ കൊല്ലാൻ കഴിയും? എനിക്ക് മരണമില്ലാച്ച എന്നെ കൊല്ലാൻ ആർക്കാ കഴിയുക? ഈ ശരീരത്തെ കൊല്ലാൻ കഴിയും, ശരീരത്തെ കഷ്ണം കഷ്ണമാക്കി മുറിക്കാൻ പറ്റും. പക്ഷെ എന്നെ കൊല്ലാൻ ആർക്കാ കഴിയുക? വെറുതെ വിഡ്ഢിത്തം പറയുക എന്നല്ലാണ്ട്. ഈ കത്തൊരു 10-30 എണ്ണെങ്കിലും കിട്ടാറുണ്ട് എല്ലാ കൊല്ലവും. പിന്നെ അതിൽ നമുക്കൊരു തമാശ ഉണ്ട്, നിങ്ങൾക്കൊരു അഭിനന്ദനമുണ്ട്. കുറച്ച് നേരമെങ്കിലും ചിരിക്കാനൊരു വക ഉണ്ടാക്കിയതിന് ഒരു ചായ വാങ്ങിത്തരാമെന്നൊക്കെ പറയണമെങ്കിൽ ഒരു അഡ്രസ്സ് കിട്ടണ്ടേ? ഊമക്കത്താണ്. എന്തു ചെയ്യും? ഒക്കെ ഊമക്കത്ത്. അഡ്രസ്സ് ഉണ്ടെങ്കിൽ നമുക്ക് വിളിച്ചൊരു അഭിനന്ദനം പറയാമായിരുന്നു. വഴക്കൊന്നും പറയേണ്ട ആവശ്യമില്ല. അവർ സന്തോഷം മാത്രം. കാരണം ഇത്രയൊരു തമാശ അനുഭവിക്കാൻ നിങ്ങൾ കാരണമായല്ലോ എന്നുള്ള ചിന്ത, അത്രയേ ഉള്ളൂ. എന്നെ എങ്ങനെയാണ് കൊല്ലാൻ പറ്റുമോ എന്ന് ആലോചിച്ചു. മറ്റതൊക്കെ ശരിയാ, കാലടിച്ച് പൊട്ടിക്കും, കഴുത്ത് മുറിക്കും, ഒക്കെ ശരിയാ, ഒക്കെ ചെയ്യാൻ പറ്റും. കൊല്ലാൻ പറ്റില്ല. പക്ഷെ ഇപ്പോൾ കുറച്ചായിട്ട് അതും നിർത്തി. അവർക്കും എന്നോട് ഇഷ്ടമില്ലാണ്ടായി. എന്താണ്? ഇപ്പോൾ ഒരു കത്തുമില്ല കുറേ കാലമായിട്ട്. അസാധ്യമാണ്. ശരീരത്തോടാണോ ഞാൻ താതാത്മ്യപ്പെട്ടിരിക്കുന്നത്? മരണം സുനിശ്ചിതം, രോഗം സുനിശ്ചിതം, എല്ലാ ദ്വന്ദ്വങ്ങളും സുനിശ്ചിതമാണ്. ന ജായതേ മ്രിയദേവ എന്ന് ഏതൊരാത്മസ്വരൂപത്തെ ശാസ്ത്രം ഉപദേശിച്ചിട്ടുണ്ടോ അതാണ് എൻ്റെ സ്വരൂപം എന്ന ബോധത്തിൽ പിന്നെ അവിടെ മരണമില്ല. ഇതിലേക്ക് നമ്മളെ നയിക്കുന്നതാണ് ശുദ്ധമായ ഭക്തി. ഭക്തിയാത്വനന്യയാ ശക്യ അഹമേവം വിധോർജുന ജ്ഞാതും ദ്രഷ്ടും ച തത്വേന പ്രവേഷ്ടും ച പരന്തപ. ഭഗവാൻ തൻ്റെ ഗീതോപദേശത്തിൽ പറയും, ഹേ അർജുന, അനന്യഭക്തി ഒന്നുകൊണ്ട് മാത്രമേ എന്നെ അറിയാൻ സാധിക്കൂ, എന്നെ കാണാൻ സാധിക്കൂ, താത്വികമായി സ്വരൂപത്തിൽ പ്രവേശിക്കാൻ കഴിയൂ. അനന്യഭക്തി. അനന്യഭക്തി എന്ന് പറഞ്ഞാൽ പരാഭക്തി, മറ്റൊന്നിനു വേണ്ടിയുള്ള ഭക്തിയല്ല. ഭക്തി കൊണ്ട് മറ്റെന്തെങ്കിലും പ്രാപിക്കുക എന്നുള്ളതല്ല. ഭക്തിക്ക് വേണ്ടിയുള്ള ഭക്തി. വേറൊരു പ്രയോജനമില്ല. ഭക്തിക്ക് വേണ്ടിയുള്ള ഭക്തി, അതാണ് അനന്യഭക്തി. അനന്യഭക്തി കൊണ്ട് മാത്രമേ എന്നെ അറിയാൻ കഴിയൂ. അറിഞ്ഞാലോ അമൃതത്വം. അതുകൊണ്ട് ഭക്തിയെക്കുറിച്ച് ആചാര്യൻ പറയുകയാണ്,
അമൃതസ്വരൂപാച്ച, അമൃതസ്വരൂപയാണ്. വ്യക്തമാണല്ലോ? ആർക്കെങ്കിലും അവ്യക്തത ഉണ്ടെങ്കിൽ പറയണേ. ഇതാണ് മൂന്നാമത്തെ സൂത്രം. ഇവിടെ ച എന്ന് പറഞ്ഞത് കൊണ്ട് രണ്ടാം സൂത്രവുമായി അതിനെ ചേർക്കണം. കാരണം ച എന്ന് പറഞ്ഞാൽ എന്നാണല്ലോ, അതും അമൃതസ്വരൂപയും എന്നാണ്. അപ്പം എങ്ങനെ രണ്ടാം സൂത്രത്തോട് ചേർക്കുക ഒന്ന് ഓർമ്മിച്ച് നോക്കൂ. സാ ത്വസ്മിൻ പരമപ്രേമരൂപ അമൃതസ്വരൂപാച. ഭക്തി ഈ ഈശ്വരനിലുള്ള പരമപ്രേമമാണ്, അമൃതസ്വരൂപയുമാണ്. അപ്പം അത് പൂർണ്ണമായി. വ്യക്താവണേ? എന്തെങ്കിലും അവ്യക്തത ഉണ്ടെങ്കിൽ പറയണം. തുടർന്ന് 3, 4, 5 സൂത്രങ്ങൾ ഒന്നിച്ച് പഠിക്കേണ്ടതാണ്, ഒന്നിച്ച് പറയേണ്ടതാണ്. നോക്കൂ. യല്ലബ്ധ്വാ പുമാൻ സിദ്ധോ ഭവതി അമൃതോ ഭവതി തൃപ്തോ ഭവതി. അതാണ് 4ാം സൂത്രം. 5ാം സൂത്രം യത് പ്രാപ്യ ന കിഞ്ചിത് വാഞ്ചതി ന ശോചതി ന ദ്വേഷ്ടി ന രമത്തെ നോത്സാഹി ഭവതി. 6ാം സൂത്രം യത് ജ്ഞാത്വാ മത്തോ ഭവതി സ്തബ്ധോ ഭവതി ആത്മാരാമോ ഭവതി. ഈ 3 സൂത്രങ്ങൾ ഒന്നിച്ച് മനസ്സിലാക്കണം. ആദ്യം 4ാം സൂത്രം പഠിക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു സൂത്രം മാത്രം പഠിച്ചിട്ട് അർത്ഥം നിർണയിക്കരുത്. ഈ 3 സൂത്രം ഒന്നിച്ച് മനസ്സിലാക്കണം. എന്താണ് 4ാം സൂത്രം? യൽ ലബ്ധ്വാ, യത് ലബ്ധ്വാ, ലബ്ധ്വാ ലഭിച്ചിട്ട്, യത് യാതൊന്നിനെ ലഭിച്ചിട്ട്. ഇപ്പം എന്തിനെക്കുറിച്ചാണ് പറഞ്ഞേ? ഭക്തിയെക്കുറിച്ചാണ് പറഞ്ഞേ. അപ്പോൾ അവിടെ യാതൊന്നെന്ന് പറഞ്ഞാൽ ഭക്തി. ഭക്തിയെ ലഭിച്ചിട്ട് പുമാൻ മനുഷ്യൻ. ഏതൊരു മനുഷ്യനും ഭക്തി ഉണ്ടാവാം. ഏതൊരു മനുഷ്യനും ഭക്തി നേടാൻ അധികാരിയാണ്. ഇവിടെ മറ്റ് യാതൊരു പരിഗണനയില്ല. ഇവിടെ മതമോ അല്ലെങ്കിൽ ദേശമോ ഭാഷയോ ഭൂഷയോ ലിംഗമോ ഒന്നും ഇവിടെ പ്രസക്തമല്ല. എല്ലാ മനുഷ്യർക്കും ഭക്തി ലഭിക്കാൻ ഒരേ തോതിലുള്ള അധികാരമുണ്ട്. ലഭിച്ചു കഴിഞ്ഞാൽ യൽ ലബ്ധ്വാ പുമാൻ മനുഷ്യൻ സിദ്ധോ ഭവതി, സിദ്ധനാകുന്നു. ഈ സിദ്ധനാവുക എന്ന് പറഞ്ഞാൽ സിദ്ധനാവുക, നേടേണ്ടത് നേടിയവനാകുന്നു. എന്ത് സിദ്ധാവുകയാണ് ഈ ജീവിതത്തിൽ വേണ്ടത്? നമ്മുടെയൊക്കെ ജീവിതം എന്തിനു വേണ്ടിയിട്ടാണ്? ചിന്തിക്കുക. ജനിച്ചു, അതുകൊണ്ട് മരിക്കണവരെ ജീവിക്കണം എന്നേ ഉള്ളൂ വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. എന്നാൽ വേഗം അങ്ങ് മരിച്ചാൽ മതി. ആരെങ്കിലും അങ്ങനെ പറയുക? എന്തിനാണ് നിങ്ങൾ ജീവിക്കുന്നതെന്ന് ഇപ്പോൾ നമ്മളോട് ഒരാൾ ചോദിച്ചാൽ ഇപ്പം മറുപടി പറഞ്ഞു എന്ന് വിചാരിക്കുക. എന്താ മറുപടി? സ്വാമി ജനിച്ചു പോയില്ലേ, ഇനിയിപ്പോൾ മരിക്കണവരെ എങ്ങനെയെങ്കിലും ജീവിക്കണം എന്ന് ആരെങ്കിലും പറയുകയാണെന്ന് വെച്ചാൽ അവരോട് പറയാനുള്ളത് എന്നാൽ വേഗം ആയിക്കോട്ടെ. എന്തായിക്കോട്ടെ? മരണം വേഗം ആയിക്കോട്ടെ. എന്താ കാരണം? എല്ലാവർക്കും ലക്ഷ്യത്തിലേക്ക് വേഗം എത്തുകയല്ലേ വേണ്ടത്. ഇപ്പം മരിക്കുകയാണ് നിങ്ങളുടെ ലക്ഷ്യം വെച്ചാൽ വേഗം ആയിക്കോട്ടെ. ഏയ് എന്താ സ്വാമി ഒരു കണ്ണുചോരല്ലാത്ത വർത്താനം പറയണത്? അവർക്ക് ദേഷ്യം പിടിക്കും. എന്താ ജീവിത ലക്ഷ്യം? ചിന്തിച്ചു നോക്കൂ. എന്ത് നേടാനാണ് നമ്മളെല്ലാ പണിയെടുക്കണത്? കള്ളം പറയരുതേ, സത്യമേ പറയാവൂ. സുഖം നേടാനല്ലേ? അല്ല, സുഖമാണ്. ഒരാൾ ചോദിക്കുകയാണ് സ്വാമി എന്തിനാണ് ജീവിക്കണമെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഞാൻ സുഖത്തിനാണ് ജീവിക്കണം. ഞാൻ സുഖത്തിനാണ്, എനിക്ക് സുഖമാണ് വേണ്ടത്. എന്താണ് സുഖം? അത് ഉത്തരം മാറും. ഒരാളെ സംബന്ധിച്ച് സുഖമായിരിക്കില്ല, വേറൊരാളെ സംബന്ധിച്ച്. എവിടെ നിന്നാണ് സുഖം? അതിലും വ്യത്യസ്ത ഉത്തരങ്ങളുണ്ടാവും. കാഴ്ചപ്പാടിനനുസരിച്ച് വ്യത്യസ്തങ്ങളായിരിക്കും. പക്ഷേ സുഖം വേണമെന്നുള്ളതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല. സുഖാർത്ഥ സർവഭൂതാനാം
മതാ സർവാ പ്രവൃത്തയഃ. എല്ലാ ഭൂതങ്ങളുടെ എല്ലാ പ്രവൃത്തികളും സുഖത്തിനായിക്കൊണ്ടാണ്. അപ്പോൾ മനുഷ്യൻ സിദ്ധനാകുന്നു എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ അവൻ ജന്മലക്ഷ്യത്തെ പ്രാപിക്കുന്നു, ജന്മലക്ഷ്യത്തെ അവൻ സിദ്ധമാക്കുന്നു എന്നർത്ഥം. ഇനി ലബ്ധ്വാ ചാപരം ലാഭം മന്യത്തെ നാധികം തതഃ. യാതൊന്ന് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്ന് ലഭിക്കേണ്ടതായി ആഗ്രഹിക്കുന്നില്ലയോ, ആ പരമമായ ലക്ഷ്യതലത്തിലേക്ക് അവൻ എത്തിച്ചേരുകയാണ്, പരമമായ സുഖത്തിലേക്ക്. പരമമായ സുഖത്തിനൊരു വാക്കുണ്ട് ശാസ്ത്രത്തിൽ, ആനന്ദം. കാരണം സുഖം എന്ന് പറയുമ്പോൾ എപ്പോഴൊരു വിഷയാപേക്ഷയിലുള്ളതാണ്. നിരതിശയമായ സുഖമാണ് ആനന്ദം. ഈ ആനന്ദസിദ്ധനായി തീരുന്നു ഒരാൾ. പരാഭക്തി വന്നു കഴിഞ്ഞാൽ അവന് സുഖമല്ലാതെ ആനന്ദമല്ലാതെ മറ്റൊന്നില്ല. അവനോട് സുഖമല്ലേ എന്ന് ചോദിക്കേണ്ട, അവന് സുഖമല്ലാതെ മറ്റൊന്നില്ല. എപ്പോൾ ആനന്ദസ്വരൂപനായിരിക്കുന്ന ഈശ്വരനിൽ തന്നെ സ്വയമേവ വിലയിച്ചിരിക്കുന്നോ അവന് പിന്നെ ആനന്ദമല്ലാണ്ട് എന്താ ഉള്ളത്? ചിന്തിക്കുക. അതുകൊണ്ട് സിദ്ധോ ഭവതി. ഈ സിദ്ധി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ വേറെ എന്തെങ്കിലും ചില സിദ്ധിയൊക്കെ മനസ്സിൽ വിചാരിക്കും കിട്ടും അല്ലേ. അങ്ങനെ എന്താണ് ഭസ്മം എടുത്തു, പിന്നെന്താണ് ലഡു എടുത്തു, അങ്ങനെയൊക്കെ പറയും. അതൊക്കെ ഏത് മാജിക്കാർക്കും ചെയ്യാൻ പറ്റുന്ന പരിപാടികളാണ്. അത് ചെയ്തത് കൊണ്ട് അയാൾ സിദ്ധനല്ല എന്നർത്ഥമില്ല, അത് ചെയ്തില്ല എന്നുള്ളത് കൊണ്ട് സിദ്ധനല്ല എന്നർത്ഥമില്ല. പക്ഷെ നമ്മുടെ ബുദ്ധി പലപ്പോഴും അങ്ങനെയുള്ളതിലൊക്കെ ചെന്നുപെടും. അതെ, യഥാർത്ഥ സിദ്ധി വാസ്തവത്തിൽ ജ്ഞാനസിദ്ധിയാണ്. ഇതാണ് രമണ മഹർഷി വളരെ ലളിതമായി പറഞ്ഞു തരും. സിദ്ധസ്യ വിത്തി സതയേവ സിദ്ധി എന്ന്. സ്വയം സിദ്ധമായ സത്തിൻ്റെ, ഉണ്മയുടെ അറിവാണ് ശരിയായ സിദ്ധി. എന്താ ഉള്ളത്, ആ ഉള്ളതിനെക്കുറിച്ചുള്ള അറിവാണ് സിദ്ധി. അതോടുകൂടി അവൻ പരമാനന്ദത്തെ പ്രാപിച്ചു. ചിന്തിക്കുക. ലബ്ധ്വാ പുമാൻ സിദ്ധോ ഭവതി അമൃതോ ഭവതി. നമ്മൾ നേരത്തെ ചിന്തിച്ചു അമൃതസ്വരൂപാച്ച എന്നുള്ളടത്ത്. അമൃതനായി തീരുന്നു, മരണധർമ്മത്തിനുപരി എത്തുന്നു. കാരണം ജ്ഞാനസിദ്ധനായി കഴിഞ്ഞാൽ പിന്നെ മരണമില്ല. ശരീരം ജനിച്ചു, ശരീരം മരിക്കും, അതുറപ്പാണ്. ആരുടേതായാലും ശരീരം മരിക്കും. ഇനി ഭഗവാൻ അവതാരം സ്വീകരിച്ചു മനുഷ്യരൂപത്തിൽ എന്ന് പറഞ്ഞാൽ ആ ശരീരത്തിനും നാശമുണ്ടില്ലേ. ഇപ്പോൾ ഭഗവാൻ ശ്രീരാമനായി വന്നു വെച്ചാൽ ശ്രീരാമൻ്റെ ശരീരം പോയി, ഭഗവാൻ ശ്രീകൃഷ്ണനായി വന്നു വെച്ചാൽ ശ്രീകൃഷ്ണൻ്റെ ശരീരം പോയി. ആര് തന്നെ ഏത് അവതാരമൂർത്തിയായാലും മനുഷ്യ ശരീരമാണോ സ്വീകരിച്ചത് അഥവാ ജീവശരീരമാണോ സ്വീകരിച്ചത്, അത് ജനിച്ചതാണെങ്കിൽ മരിക്കുകയും ചെയ്യും. പിന്നെ മരണത്തിന് നമ്മൾ പല പേര് പറയുന്നു മാത്രം, അത്രയേ ഉള്ളൂ. അത് നമ്മൾ പറയുന്ന പേരാ. ഈ നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ മരിച്ചു എന്ന് പറയും. അതെ, വല്ല മറ്റു ജന്തുക്കളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ചത്തു എന്ന് പറയും. അതെന്താ അങ്ങനെ പറയുന്നത്? എന്തോ നമ്മൾ അവിടെ ഒരു എലി മരിച്ചു കിടക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാർ ചിരിക്കാറുണ്ട്. ഞാൻ അങ്ങനെയാണ് പറയാറ്, എനിക്ക് അങ്ങനെ വായിൽ വേറുള്ളൂ. എന്താ ചെയ്യുക, നോക്കൂട്ടെ അവിടെ ഒരു എലി മരിച്ചു കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ചിരിക്കും. അങ്ങനെ ചത്തു എന്ന് പറഞ്ഞാലേ ഒരു സന്തോഷമുള്ളൂ. അതെന്താ പിന്നെ മനുഷ്യൻ ചത്തു എന്ന് പറഞ്ഞാൽ അതൊരു സുഖമില്ല. മനുഷ്യൻ മരിച്ചു എന്ന് പറയും. രാജാവൊക്കെ ആണെച്ചാലോ നാട് നീങ്ങി പറയും. തിരുമേനി കാലം ചെയ്തു, സ്വാമിയാർ സമാധിയായി ഇല്ലേ, സ്വാമി സമാധിയായി, എനിക്കാ പറയുക. ആന ചെരിഞ്ഞു, ആന മരിച്ചാലും പറയുക ചെരിഞ്ഞു എന്നാ. പശു ചെരിഞ്ഞോ പട്ടി ചെരിഞ്ഞു എന്നൊന്നും പറയാറില്ല. എന്താണെന്നറിയില്ല, എന്താ കാരണമെന്ന് ഇങ്ങോട്ട് ചോദിച്ചേക്കരുത്. അപ്പോൾ ഇങ്ങനെ പറയണതൊക്കെ സംഗതി മരിച്ചു തന്നെയാണ്. ജനിച്ചാൽ മരണം ഉറപ്പാണ്. അപ്പോൾ ഭഗവാൻ സ്വധാമഗമനം ചെയ്തു. മഹാന്മാരെക്കുറിച്ചൊക്കെ പറയും. പാണ്ഡവന്മാർ
സ്വർഗാരോഹണം ചെയ്തു, ഇല്ലേ? അങ്ങനെയല്ലേ പറയുക? നമുക്കറിയാം സ്വർഗാരോഹണമാണോ ചെയ്തത്, നരകാരോഹണമാണോ നമുക്കറിയാം. കാരണം യുധിഷ്ഠിരൻ പോയപ്പോൾ യുധിഷ്ഠിരൻ സ്വർഗത്തിലെത്തിയപ്പോൾ നോക്കുമ്പോൾ ഭീമനും അർജുനനും പാഞ്ചാലിയൊന്നുമില്ല. അപ്പോൾ അവിടുത്തെ ആൾക്കാരോട് ചോദിച്ചു, എവിടെ അവരൊക്കെ? അയ്യോ, അവരെ കാണണോ? എന്നാ വരൂ. നോക്കുമ്പോണ്ട് ദുര്യോധനൻ, ദുശാസനൻ ഒക്കെ ഇരിക്കണം അങ്ങനെ സുഖമായിട്ട് സ്വർഗത്തിൽ. അതെന്താ അതിങ്ങനെ നിയമം തെറ്റിച്ചാണോ അത്? അവരൊക്കെ നരകത്തിലുള്ളത്. ഞാൻ കാണിച്ചു തരാം. കൂട്ടിക്കൊണ്ടുപോയപ്പോൾ എല്ലാം നരകത്തിലിരിക്കുന്നുണ്ട്. അങ്ങനെയാ യുധിഷ്ഠിരന് നരകത്ത് പോണ്ടി വന്നത്. ഇപ്പം നമുക്കറിയില്ല, എന്നാലും ഓരോ പേര് നമ്മൾ പറയും. ജനിച്ചാൽ മരണം ഉറപ്പാണ്. ജാതസ്യ ഹി ധ്രുവോ മൃത്യുഹു. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയും, ജനിച്ചവന് മരണം സുനിശ്ചിതമാണ്. എന്നാൽ ആരാണോ ജന്മമരണരഹിതമായ ആത്മസ്വരൂപമാണ് താനെന്ന ബോധത്തിൽ ഉറച്ചിരിക്കുന്നത്, അയാൾക്ക് മരണമില്ല. അയാൾ മരണത്തെ അതിക്രമിച്ചിരിക്കുന്നു. ഒരിക്കലും മരിക്കാത്ത എന്നെ മരണമുള്ളവനാക്കാൻ ആർക്കും കഴിയില്ല. വിനാശം അവ്യയസ്യ ന കശ്ചിത് കർത്തുമർഹതി. നശിക്കാത്തതിനെ നശിപ്പിക്കാൻ ആർക്കും സാധിക്കില്ല. അവിടെ ശങ്കരാചാര്യസ്വാമികൾ പറയുന്നുണ്ട്, ഈശ്വരഹാപി അസമർത്ഥ. ഈശ്വരന് പോലും സാധിക്കില്ല, പിന്നെയല്ലേ ബാക്കിയുള്ളവരെ കഥ പറയണം. നശിക്കാത്തതിനെ നശിപ്പിക്കാൻ ഈശ്വരന് കഴിയില്ല, ഉണ്ടാവാത്തതിനെ ഉണ്ടാക്കാനും കഴിയില്ല. പിന്നെ എന്താ കഴിയുക? ഉണ്ടാവുന്നതിനെ ഉണ്ടാക്കുക, നശിക്കുന്നതിനെ നശിപ്പിക്കാനേ കഴിയൂ. അപ്പോൾ ജന്മമരണരഹിതമായ ആത്മസ്വരൂപമാണ് ഞാനെന്ന ബോധത്തിൽ അവിടെ മരണമില്ല. ഈ തലത്തിലേക്ക് ഉയരുന്നു പരാഭക്തൻ. അതാണ് പറയുന്നത് അമൃതോ ഭവതി. പിന്നെ തൃപ്തോ ഭവതി, തൃപ്തനായിത്തീരുന്നു. തൃപ്തി, നിത്യതൃപ്തിർ നിരങ്കുശാന്ന് പറയും. നിത്യതൃപ്തി. എങ്ങനെയുള്ള തൃപ്തി? നിരങ്കുശയായ തൃപ്തി. ഈ സാധാരണ നമുക്ക് പല തൃപ്തി ഉണ്ടാവും. എപ്പോഴേക്കാണ് തൃപ്തി ഉണ്ടാവുന്നേ? ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. നല്ല വിശന്നിട്ട് സന്തോഷമായിട്ടൊരു ഭക്ഷണം കഴിച്ചാൽ തൃപ്തി ഉണ്ടാവും. പക്ഷെ അത് പൂർണ്ണ നിരങ്കുശമായ തൃപ്തിയൊന്നും ഉണ്ടാവില്ല. അവിടെ ഒരു അങ്കുശമുണ്ട്. മതി കിട്ടുമോ? ഇല്ലേ? മതി, ഇനി വേണ്ട, ഞാൻ കുറച്ചും കൂടി കഴിച്ചോളൂ. എന്നാലോ കുറച്ചും കൂടിയും കഴിച്ചു. ഇനി വേണ്ടാന്നല്ലേ പറഞ്ഞത്? കഴിക്കാനാ പറഞ്ഞത്. പ്രശ്നമായോ? ഇല്ല. ശരി, അതിന് അങ്കുശി തോട്ടിയുണ്ട്, ഒരു പരിധിയുണ്ട് എല്ലാത്തിനും. ആ പരിധിക്ക് അപ്പുറത്തേക്ക് പോകാൻ നമ്മളെ സമ്മതിക്കില്ല. ദേശകാല പരിമിതിയുണ്ട് നമ്മുടെ എല്ലാ തൃപ്തികൾക്കും, എല്ലാത്തിനും ഒരു പരിധി വരെ. അത് കഴിഞ്ഞാൽ പിന്നെ തൃപ്തി അല്ല ഉണ്ടാവുന്നത്, പിന്നെ ദുഃഖം, ക്ലേശം ഉണ്ടാവുന്നത്. വേറൊരാൾ പറയുകയാണ്, സ്വാമി എനിക്ക് ഭക്ഷണം ഒന്നും കഴിച്ചില്ലെങ്കിലും ഈ വേദാന്ത ശാസ്ത്രമൊക്കെ കേട്ടിരിക്കാനൊരു സുഖം, അല്ലെങ്കിൽ വേണ്ടില്ല ഭജനകളൊക്കെ കേട്ടിരിക്കാനൊരു സുഖം. ശരി, ഭജന കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ വിശപ്പ് വന്നു. ഭജനക്കാരൻ നിർത്തണമില്ല. എന്തായി? തൃപ്തി പോയോ ഇല്ലയോ? സ്വാമിയുടെ പ്രഭാഷണം കേൾക്കാൻ ഞങ്ങൾക്ക് നല്ല തൃപ്തിയാട്ടുക. എന്നാൽ കേട്ടോളൂ, 24 മണിക്കൂർ. എടാ നിർത്ത് സ്വാമി, മതിയായി. നിങ്ങളല്ലേ പറഞ്ഞ വലിയ തൃപ്തിയാണ്. എന്നാലും അതൊക്കെ മതി, ഒരു മണിക്കൂറിലധികം ഒന്നും വയ്യാട്ടുക. എല്ലാ തൃപ്തികൾക്കും ഒരു തോട്ടിയുണ്ട്. അങ്കുശം എന്ന് പറഞ്ഞാൽ തോട്ടി, നിരങ്കുശ എന്ന് പറഞ്ഞാൽ തോട്ടിയില്ലാത്ത തൃപ്തി, പരിധിയില്ലാത്ത തൃപ്തി. തൃപ്തോ ഭവതി. പരാഭക്തനെ സംബന്ധിച്ച് അവൻ്റെ ആനന്ദത്തിന് പരിധിയില്ല. വ്യക്തമാണല്ലോ പറഞ്ഞേ? ചിന്തിക്കുക. ഇതാണ് 4ാമത്തെ സൂത്രം. യല്ലബ്ധ്വാ പുമാൻ സിദ്ധോ ഭവതി അമൃതോ ഭവതി തൃപ്തോ ഭവതി. വ്യക്തമാണല്ലോ അല്ലേ? പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട് ഈ സൂത്രത്തിന്. എന്താ ഈ സൂത്രത്തിന് പ്രശ്നം?
ലബ്ധ്വാ എന്നാ പറഞ്ഞത്, യാതൊന്നിനെ ലഭിച്ചാൽ. അപ്പോൾ നമുക്കൊരു സംശയം വരാം, ഇത് പുറമേ നിന്ന് ലഭിക്കേണ്ട എന്തോ ആണ്, പുറമേ നിന്ന് ലഭിക്കേണ്ട എന്തോ ആണ്. പുറമേ നിന്ന് ലഭിക്കേണ്ട വസ്തു അവിടെ പോയാലല്ലേ കിട്ടുള്ളൂ, ഇല്ലേ? ഇന്ന വസ്തു ഇന്ന സ്ഥലത്തുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ പോയാലേ കിട്ടുള്ളൂ. ഇവിടെ ആ വസ്തുവിനെ കുറിച്ച് പറഞ്ഞിരുന്നാൽ കിട്ടാൻ പോണില്ല, അവിടെ നമ്മൾ പോകണം, പോയാലേ കിട്ടൂ. അതുപോലെ അന്യമായ ബാഹ്യമായ എന്തോ ഒന്നാണോ ഈ ഭക്തി, പുറമേ നിന്ന് കിട്ടേണ്ടതാണോ ഈ ഭക്തി? ഏതെങ്കിലും ആശ്രമത്തിൽ പോയിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും അമ്പലത്തിൽ പോയിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഗുരുനാഥന്മാരുടെ അടുത്ത് പോയിട്ട് കിട്ടേണ്ട വസ്തുവാണോ ഭക്തി? സംശയം, ഇങ്ങനെ സംശയം വരാം ലബ്ധ്വാ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ഉടനെ ആചാര്യൻ പറയാണ്, യത് പ്രാപ്യ ന കിഞ്ചിത് വാഞ്ചതി ന ശോചതി ന ദ്വേഷ്ടി ന രമത്തെ നോത്സാഹി ഭവതി. ഒന്നുകൂടി പറയാം, യത് പ്രാപ്യ, യാതൊന്നിനെ പ്രാപിച്ചാൽ. ഇത് ലഭിക്കേണ്ടതൊന്നുമല്ല, ഇത് ലഭിക്കേണ്ടതല്ല. അപ്പോൾ ലബ്ധ്വാ നേരത്തെ പറഞ്ഞതോ, എന്തെങ്കിലും പറയണ്ടേ? ഇതിനെ നേടിയാൽ, ഇതിനെ പ്രാപിച്ചാൽ. അവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ പ്രാപിക്കുക എന്ന് പറയുമ്പോഴും അന്യമായ ഇടത്ത് പോയിട്ട് നേടുക, അന്യമായതിനെ നേടുക എന്നുള്ളൊരു വിഷയം വരുന്നുണ്ട്. ഞാൻ എന്നെ പ്രാപിച്ചു എന്ന് പൊതുവെ ആരും പറയാറില്ല, ഉണ്ടോ? ഇല്ലല്ലോ. ഞാൻ അവനെ പ്രാപിച്ചു, ഞാൻ അവളെ പ്രാപിച്ചു, ഞാൻ അതിനെ പ്രാപിച്ചു, ഞാൻ വീടിനെ പ്രാപിച്ചു, നാടിനെ പ്രാപിച്ചു എന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ പ്രാപിക്കേണ്ടതാണോ ഇത് എന്ന സംശയം വരും. ആ സംശയത്തിന് അടുത്ത സൂത്രം മറുപടി പറയും. അതുകൊണ്ടാണ് 3 സൂത്രം ഒന്നിച്ച് പഠിക്കണം എന്ന് പറഞ്ഞത്. ഏതായാലും ഈ ഭക്തി ലഭിച്ചു കഴിഞ്ഞാൽ, ഭക്തിയെ പ്രാപിച്ചു കഴിഞ്ഞാൽ, പ്രാപ്യ ന കിഞ്ചിത് വാഞ്ചതി, വേറെ ഒന്നും ആഗ്രഹിക്കുന്നില്ല, നിറഞ്ഞിരിക്കുക അവർ, വേറൊന്നും ആഗ്രഹിക്കുന്നതല്ല. ന വാഞ്ചതി കിഞ്ചിത്, ഒന്നും ആഗ്രഹിക്കുന്നില്ല. എപ്പോഴാണ് നമ്മൾ എന്തെങ്കിലും ആഗ്രഹിക്കുന്നത്? നമ്മൾ എന്തെങ്കിലും ആഗ്രഹിക്കുന്നത് അതെപ്പോഴാണ്? തൻ്റെ പൂർണ്ണതാബോധമില്ലാതാകുമ്പോഴാണ്. പൂർണ്ണത നേടാൻ വേണ്ടിയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇതിനെ 3 വിഭാഗത്തിൽ പിരിച്ചു പറയാം. സത്ത്, ചിത്ത്, ആനന്ദം. ഇതാണ് നമ്മുടെ ഭാവം. നമ്മുടെ സ്വഭാവം സത്ത്, ചിത്ത്, ആനന്ദമാണ്. ഞാൻ ഉണ്ട് എന്നുള്ളതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഉണ്ടോ? ഞാൻ ഉണ്ടോ എന്നുള്ള സംശയം ആർക്കെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ? ഉണ്ടാവില്ല. ഞാൻ ഇല്ല എന്ന അറിവ് ആർക്കെങ്കിലും ഉണ്ടോ? അതുമില്ല. ഞാൻ ഉണ്ട് എന്നുള്ള അറിവ് എല്ലാവർക്കും ഉണ്ട്, ഇല്ലേ? അപ്പം ഞാൻ ഉണ്ടോ എന്ന സംശയമോ ഞാൻ ഇല്ല എന്ന അറിവോ ആർക്കും ഇല്ല. എല്ലാവർക്കും ഞാൻ ഉണ്ട് എന്ന അറിവുണ്ട്. ഈ ഉണ്മ, സത്ത്, അതാണ് നമ്മുടെ സ്വരൂപം. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി, ഇവ മാറി മാറി വരും. ഇതിലൂടെ നമ്മൾ കറങ്ങുകയാണ്. ഉണർന്നിരിക്കുന്ന അവസ്ഥ ജാഗ്രത അവസ്ഥ. കരണങ്ങളെല്ലാം വിശ്രമിക്കുന്ന സമയത്ത് അന്ധകരണത്തിൽ വിഷയങ്ങളോടൊത്ത് വൃത്തികൾ വരുന്ന അവസ്ഥ, അതാണ് സ്വപ്നാവസ്ഥ. പിന്നെ ഗാഠനിദ്ര, ഉറങ്ങിയ അവസ്ഥയിൽ ഒരു സ്വപ്നവും കാണാത്ത, ഒരു കാമവും കാമിക്കാത്ത അവസ്ഥ, അതാണ് സുഷുപ്തി. ഈ 3 അവസ്ഥകളാണ് നമുക്കുള്ളത്. ഇതിൽ ജാഗ്രതത്തിലുള്ള വിഷയം സ്വപ്നത്തിലുണ്ടോ? ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. പക്ഷേ വ്യത്യാസമുണ്ട്. തിരിച്ച് സ്വപ്നത്തിലുള്ളത് ജാഗ്രതത്തിലുണ്ടെന്ന് പറയാൻ വയ്യ. ഒന്ന് സ്ഥൂലമാണ്, ഒന്ന് സൂക്ഷ്മമാണ്. സുഷുപ്തിയിൽ ഒരു വിഷയവും ഇല്ല, ഒന്നുമില്ല. സുഖമായി ഉറങ്ങിയിട്ടുവാ. പോട്ടെ. ഈ 3 അവസ്ഥകളിൽ ഞാനില്ലേ?
ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി 3 അവസ്ഥകളിലെ അനുഭവങ്ങളും തീർത്തും ഭിന്നങ്ങളാണ്. ഒരു സാമ്യവും ഇല്ല. എന്നാൽ 3ലും ഞാനുണ്ട്, ഒരു മാറ്റവും ഇല്ലാതെ. അതിൽ സംശയമില്ലല്ലോ. അപ്പോൾ ഞാനുണ്ട് എന്നുള്ളത് അനുഭവമാണ്. അല്ലെങ്കിൽ വേണ്ട, നമ്മൾ കടന്നു വന്ന അവസ്ഥകളിലൂടെ ഒന്ന് തിരിഞ്ഞു നോക്കൂ. ഓരോരുത്തർക്കും എത്ര വയസ്സ് വരെയുള്ള ഓർമ്മ ഉണ്ടെന്നൊന്നും അറിയില്ല. പലർക്കും പല പ്രായങ്ങളായിരിക്കും ഓർമ്മയിലുണ്ടാവുക. ഒരു 3 വയസ്സൊക്കെ ഓർമ്മയില്ലേ? 3 വയസ്സ് ഇല്ല ഇല്ലേ? ഇല്ല, എന്നാ പോട്ടെ. പിന്നെ എത്ര വയസ്സാണുള്ളത്? എനിക്ക് നല്ല ഓർമ്മയുണ്ട് 3 വയസ്സ്. 3 വയസ്സുള്ളപ്പോഴുള്ള അനുഭവങ്ങൾ ശരിക്കും ഓർമ്മ. എന്തായാലും ശൈശവം അങ്ങനെ പറയാം, ശിശു ആയിരിക്കുമ്പോൾ അവസ്ഥ. ശൈശവം കഴിഞ്ഞു, മെല്ലെ ബാല്യത്തിലേക്ക് കടന്നു. ബാല്യത്തിൽ നിന്ന് മെല്ലെ കൗമാരത്തിലേക്ക് കടന്നു. കൗമാരത്തിൽ നിന്ന് പതുക്കെ യൗവനത്തിലേക്ക് കടന്നു. അത് കുറേ കാലം അങ്ങനെ നിൽക്കും. പിന്നെ വാർദ്ധക്യത്തിലേക്ക്. ഇങ്ങനെയാണ്. ഇതിലേതെങ്കിലും ഒരവസ്ഥ, ഇപ്പോൾ ശൈശവത്തിലുള്ള നമ്മുടെ എന്തെങ്കിലും സാമ്യം ഇപ്പോൾ ഉണ്ടോ ഒരാൾക്ക്? ചില വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ 6ാം മാസത്തിലൊക്കെ ഉള്ള കുട്ടികളുടെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ച കാണാം. ഈ കമിഴ്ന്ന് കിടന്ന് അല്പം ഒന്ന് തല പൊങ്ങണ പ്രായം. 10-70 വയസ്സൊക്കെ ഉള്ള അമ്മ പറയാറുണ്ട്, സ്വാമി അത് ഞാനാട്ടുമോ ഏത് നോക്കണേ. വല്ല സാമ്യമുണ്ടോ? ഒരു സാമ്യവും ഇല്ല. പക്ഷെ ഞാനാന്നുള്ളതിൽ ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. ഞാനുണ്ട്. ശൈശവത്തിലിരുന്ന ഞാൻ ഇപ്പോഴും ഉണ്ട്, വാർദ്ധക്യത്തിൽ. ശരി, രണ്ടാമത്തെ വിഷയം, ഈ ജാഗ്രതനെയും സ്വപ്നത്തെയും സുഷുപ്തിയെയും അറിഞ്ഞതാരാ? ഞാനാ. ഇതുപോലെ ശൈശവത്തെയും ബാല്യത്തെയും കൗമാരത്തെയും യൗവനത്തെയും വാർദ്ധക്യത്തെയും അറിഞ്ഞതാരാ? ഞാനാ. ഞാനല്ലേ, അല്ലാണ്ടെന്താ? എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഈ ഒരു 4 വയസ്സൊക്കെ ഉള്ള സമയത്ത് അന്ന് വീട്ടിൽ ഈ കഞ്ഞിക്കലത്തിൽ ഇങ്ങനെ വാർക്കണ പരിപാടിയാണ്. അമ്മ ഈ പ്രയോഗം ചെയ്യുമ്പോഴാണ് അടിയിൽ കൂടെ പോവുക. എന്നിട്ട് ബ്ലൗസ് ആക്കിയിട്ട് നല്ല കുടിക്കാൻ നോക്കുക. എന്തുണ്ട്? ഒന്നുമില്ല, എന്നാലൊരു തമാശ. അപ്പോഴെന്താ ധൈര്യം? അല്ലെങ്കിൽ നല്ല പൊതിര തല്ല് കിട്ടും. ഈ സമയത്ത് അമ്മയ്ക്ക് തല്ലാൻ പറ്റില്ല, കാരണം 2 കൈയും നല്ല ചൂടുള്ള പാത്രമാണ്. അരി വാർക്കണ സമയത്താണ്. അതെ, അതാരാ ചെയ്തേ? അത് ഞാനാ. സ്വാമി ചിദാനന്ദപുരി അങ്ങനെ ചെയ്തോ? സ്വാമി ചിദാനന്ദപുരി അല്ല, ഞാനാണ്. ചിന്തിക്കുക, പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക. ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം എല്ലാ അവസ്ഥകളെയും അറിഞ്ഞവൻ ഞാനാണ്. അപ്പം ഞാൻ ചിത്തല്ലേ? ഞാൻ ജ്ഞാനമല്ലേ? അതെ. ആദ്യം പറഞ്ഞ് ഞാൻ സത്താണെന്നാ, ഞാൻ ഉള്ളവനാ, ഞാൻ ഉണ്മയാ. ഇപ്പോൾ പറയുന്നത് ഞാൻ ചിത്താണ്, ഞാൻ അറിഞ്ഞവനാണ്, ഞാൻ അറിവാണ്. ആരും ഞാൻ അറിവില്ലായ്മയാന്ന് പറയരുതേ. അറിവില്ലായ്മയാണെന്ന് ആരെങ്കിലും പറയുകയാണെന്ന് വെച്ചാൽ തിരിച്ച് ചോദ്യം വരും, അറിവില്ലാത്തവനാണ് ഞാനെന്ന് എങ്ങനെ അറിഞ്ഞു? അറിവില്ലാത്തവനാണ് ഞാൻ, എനിക്കറിയാം സ്വാമി. അപ്പോൾ അറിവാണോ അറിവുകേടാണോ? അറിവില്ലാത്തവനെന്ന അറിവുണ്ടെങ്കിൽ അറിവാണോ അറിവുകേടാണോ? അറിവാണ്. മൂന്നാമത്തെ നമ്മുടെ സ്വഭാവമാണ് ആനന്ദ സ്വഭാവം. നമ്മുടെയൊക്കെ സ്വഭാവം ആനന്ദമാണ്. സ്വാമിക്ക് പറയാ, ഞങ്ങളുടെ ദുഃഖങ്ങളൊന്നും സ്വാമിക്ക് അറിയാത്തതുകൊണ്ട് പറയുക. എന്തൊക്കെ ദുഃഖങ്ങൾ എനിക്കുണ്ട്, എന്താ ദുഃഖം ഉണ്ടായാലും ശരി, ഞാൻ ആനന്ദ സ്വരൂപനാണ്. മാറ്റി പറയാൻ തയ്യാറില്ല. ആ ആനന്ദ സ്വരൂപത്തെ മറച്ചുകൊണ്ടാണ് എല്ലാ ദുഃഖങ്ങളും വന്നിട്ടുള്ളത്. നമ്മുടെ സ്വരൂപം ആനന്ദമാണ്. എന്താ തെളിവ്? നോക്കൂ, ആരുമില്ലാതെ ഞാൻ ഒറ്റയ്ക്കാവണ അവസ്ഥ എപ്പോഴാണ്? നമ്മളൊക്കെ ജീവിതത്തിൽ ഒന്ന് ഓർത്ത് നോക്കൂ. എപ്പോഴാ ഒറ്റയ്ക്കാവാറില്ലേ? ഇല്ലേ? ഇപ്പോൾ ജാഗ്രതയിൽ നമ്മളൊക്കെ ഉണ്ട്. ഇപ്പോൾ അവിടെ ഒന്ന് കൂടിയിരിക്കുക, അവിടെ പതിയുണ്ട്, പത്നിയുണ്ട്, വീടുണ്ട്, മക്കളുണ്ട്, അച്ഛനുണ്ട്, അമ്മ ഉണ്ട്, നാട്ടുകാരുണ്ട്, ശത്രുക്കളുണ്ട്, ബന്ധുക്കളുണ്ട്, ഒക്കെ ഉണ്ട്. സ്വപ്നത്തിലോ? സ്വപ്നത്തിലും ഇതൊക്കെ കൂടെ പോരും.
രൂപമൊക്കെ മാറുമെന്ന് മാത്രം. ബന്ധു ചിലപ്പോൾ മിത്രവും, മിത്രം ചിലപ്പോൾ ശത്രുവാകും, ശത്രു ചിലപ്പോൾ ഇതിനൊക്കെ മാറി മാറി വരും സ്വപ്നത്തിൽ. ആന ഉണ്ടാവും, പക്ഷി ഉണ്ടാവും, ചിലപ്പോൾ പറക്കണ ആന ഉണ്ടാവും. സ്വപ്നത്തിൽ അതൊക്കെ ഉണ്ടാവും. ചിറകൊക്കെ വെച്ചിട്ട് ആന പറന്ന് വരും. സുഷുപ്തിയിലോ ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ സുഷുപ്തിയിൽ? ഉണ്ടോ? അമ്മ ഉണ്ടോ? തത്ര മാതാ അമാതാ ഭവതി, അവിടെ അമ്മ അല്ലാതാകുന്നു. പിതാ അപിതാ ഭവതി, അവിടെ അച്ഛനല്ലാണ്ട് ആരുമില്ല. ഞാനുണ്ടോ? ഞാനുണ്ട്. ആ സമയത്തുള്ള അനുഭവം എന്താ സുഷുപ്തിയിൽ നമ്മൾ അനുഭവിച്ചേ? ഒന്ന് ഓർത്ത് നോക്കൂ. നല്ല സുഷുപ്തി അനുഭവിച്ചില്ലേ രാത്രി? ചിലർ ഇന്നും അനുഭവിച്ചിട്ടുണ്ടാവും. പകൽ കിടന്നുറങ്ങി ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ സുഷുപ്തി അനുഭവിച്ചിട്ടുണ്ടാവും. ഇന്നലെ രാത്രി എന്തായാലും എല്ലാവരും അനുഭവിച്ചിട്ടുണ്ട്. എന്താ സുഷുപ്തിയുടെ അനുഭവം? സുഖമായിരുന്നു സ്വാമി, നല്ല സുഖ. എന്ത് സുഖമെന്നറിയോ ഇല്ലേ? അതെ, ആനന്ദ. അപ്പോൾ വേറെ ആരും ഇല്ലാതെ ഞാൻ തനിച്ചായപ്പോൾ ആനന്ദ. അപ്പോൾ എൻ്റെ സ്വരൂപം എന്താ? ആനന്ദമാണ്. പോട്ടെ, നമുക്ക് ഏറ്റവും സ്നേഹം ആരോടാ? കള്ളം പറയരുതേ. ഇവിടെ പതിയുണ്ട്, പത്നിയുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ വീട്ടിൽ ചെന്നാൽ വല്ല പ്രശ്നം ഉണ്ടാവുമോ എന്ന് വിചാരിച്ചിട്ട് കള്ളം പറയും. സത്യമേ പറയാവൂ. നമുക്ക് ഏറ്റവും സ്നേഹം ആരോടാ? നമ്മളോടാ. വെറുതെ മക്കളോടാണ്, ഭാര്യയോടാണ്, ഭർത്താവിനോടാണെന്നൊക്കെ പറയും. പറയുന്നവർക്കും കേൾക്കുന്നവർക്കൊക്കെ അറിയാം അതൊരു അഡ്ജസ്റ്റ്മെൻറ്റാണെന്നുള്ളത്. നമുക്ക് നമ്മളോടാണ് ഏറ്റവും സ്നേഹം. ഏത് നമ്മളോട്? ഏത് നമ്മളോട്? നമ്മൾ പലതുണ്ടോ? ഏത് നമ്മളോട്? ഈ ശരീരത്തോടല്ല. ഈ ശരീരത്തോടല്ല എന്നുള്ളത് എളുപ്പം മനസ്സിലാക്കാം. ഡോക്ടർ പറഞ്ഞാൽ മതി കാല് മുറിച്ച് മാറ്റണം എന്നാലേ നിങ്ങൾ ജീവിക്കൂ. അത്രയും പഴുപ്പ് കയറിപ്പോയിട്ടുണ്ട്, ഇനി ഒരു മരുന്നും ഫലിക്കില്ല എന്ന് പറഞ്ഞാൽ കാല് മുറിച്ചോളാൻ പറയും. അയ്യോ നിങ്ങൾ വരാൻ വളരെ വൈകിയല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഒരു മരുന്ന് തരാം, രക്ഷപ്പെടും. പക്ഷേ എന്താ പക്ഷേ ഡോക്ടറെ? 2 കണ്ണിൻ്റെയും കാഴ്ച 100% പോവും. കാല് പോകുന്നുള്ളപ്പോൾ ഉള്ളതിനേക്കാൾ സങ്കടം ഉണ്ടാവും. പക്ഷേ നമ്മൾ സമ്മതിക്കുകയോ ഇല്ലയോ? അത്ര ഒരു ഘട്ടം വന്നാൽ സമ്മതിക്കും. ഇപ്പോൾ പറയും ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ ഘട്ടം ജീവിതത്തിൽ വരാതിരിക്കട്ടെ. വന്നാൽ പറയും കണ്ണ് കണ്ടില്ലെങ്കിൽ ഞാൻ ഉണ്ടായാൽ പോരെ. എത്ര ആൾക്കാർ കണ്ണ് കാണാത്ത മഹാത്മാക്കൾ എത്ര ഉണ്ടെന്നറിയാം. പിന്നെ ഡോക്ടർ പറഞ്ഞു എന്ന് വിചാരിക്കാം നിങ്ങൾ വരാൻ വളരെ വൈകി, എങ്കിലും ഞാനൊരു മരുന്ന് തരാം. പക്ഷേ എന്താ പക്ഷേ? നിങ്ങൾക്ക് ഭ്രാന്തായി പോവും, മനസ്സിൻ്റെ സമനില നഷ്ടപ്പെടും. ഇപ്പോൾ നമ്മൾ പറയും വയ്യ എനിക്ക് വേണ്ടാന്ന് പറയും. പക്ഷെ അത്തരമൊരു ഘട്ടം നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നമ്മൾ സമ്മതിക്കും. ഭ്രാന്തായാലെന്താ? എത്ര ഭ്രാന്തന്മാരുണ്ട് നാട്ടിൽ, അവർക്കൊക്കെ എന്തൊരു സന്തോഷമാണ്. എന്താ പറഞ്ഞതിൻ്റെ താല്പര്യം? കർമ്മേന്ദ്രിയങ്ങളെയോ ജ്ഞാനേന്ദ്രിയങ്ങളെയോ അന്തഃകരണത്തെയോ ഉപേക്ഷിക്കാൻ നമ്മൾ തയ്യാറാണ് താൻ നിലനിൽക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ഏറ്റവും പ്രേമാരോടാ? കർമ്മേന്ദ്രിയങ്ങളല്ലാത്ത, ജ്ഞാനേന്ദ്രിയങ്ങളല്ലാത്ത, അന്തഃകരണമല്ലാത്ത തന്നോടാ. അപ്പോൾ താൻ ആരാ? ആനന്ദമാണ്, ഒരു സംശയവുമില്ല. അപ്പം ഞാൻ സത്താണ്, ഞാൻ ചിത്താണ്, ഞാൻ ആനന്ദമാണെന്ന് ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കാൻ പറ്റും. അല്പം ഒന്ന് ചിന്തിച്ചാൽ മതി. പക്ഷേ ഇതൊന്നും മനസ്സിലാവണില്ല. ഞാൻ ആണാണ്, ഞാൻ പെണ്ണാണ്, ഞാൻ തടിച്ചിട്ടാണ്, ഞാൻ മെലിഞ്ഞിട്ടാണ്, ഞാൻ കറുത്തിട്ടാണ്, ഞാൻ വെളുത്തിട്ടാണ്, ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഹിന്ദുവാണ്, ഞാൻ മുസൽമാനാണ്, ഞാൻ ക്രിസ്ത്യാനിയാണ്, ഞാൻ ഇന്ത്യക്കാരനാണ്, ഞാൻ അമേരിക്കക്കാരനാണ്. താൻ സച്ചിദാനന്ദമാണെന്ന് അറിയുന്നില്ല. ബാക്കി എല്ലാ കൂട്ടും അറിയുന്നുണ്ട്. അപ്പം നമ്മുടെ സച്ചിദാനന്ദ ഭാവം അറിഞ്ഞിരിക്കുക. അപ്പം നമ്മൾ ഈ ആഗ്രഹങ്ങൾ ചെയ്യണതൊക്കെ എന്തിനാന്ന് ചോദിച്ചാൽ എങ്ങനെയെങ്കിലും സദ്ഭാവം ഉണ്ടാവണം, പൂർണ്ണമാവണം, എങ്ങനെയെങ്കിലും ചിത് ഭാവം പൂർണ്ണമാകണം, എങ്ങനെയെങ്കിലും ആനന്ദഭാവം പൂർണ്ണമാകണം. ഇതാ നമ്മൾ വിചാരിക്കണത്. സദ്ഭാവം പൂർണ്ണമാവാൻ എന്താ ചെയ്യുക? ഭക്ഷണം കഴിക്കുന്നുണ്ട്, പിന്നെ ആശുപത്രിയിൽ പോകുന്നുണ്ട്, മരുന്ന് കഴിക്കുന്നുണ്ട്, അതുണ്ട് ഇതുണ്ട്, എന്ത് ചെയ്യാനും തയ്യാറാണ്. ഞാനൊന്നുണ്ടായാൽ മതി.
ചിദ്ഭാവം പൂർണ്ണമാവാൻ നമ്മൾ എന്തൊക്കെ ചെയ്യും? സ്കൂളിൽ പോകും, കോളേജിൽ പോകും, ആശ്രമത്തിൽ പോകും, അവിടെ പോകും, ഇവിടെ പോകും. എന്ത് ചെയ്താലും അറിവ് കിട്ടുക, അതൊക്കെ നേടാൻ നോക്കും. ആനന്ദഭാവം പൂർണ്ണമാവാൻ അമ്പലത്തിൽ പോകുന്നുണ്ട്, യോഗ സെൻറ്ററിൽ പോകുന്നുണ്ട്, ആശ്രമത്തിൽ പോകുന്നുണ്ട്, മദ്യഷാപ്പിൽ പോകുന്നുണ്ട്, നാടൻ വാങ്ങി കഴിക്കുന്നുണ്ട് ഷാപ്പില്ലെങ്കിൽ. എല്ലാം ആനന്ദത്തിന് വേണ്ടിയിട്ടാണ് അല്ലേ? നീ എന്തിനാ ആശ്രമത്തിൽ പോകുന്നേ? ഒരാൾ ചോദിച്ചു. അവിടെ പോയ ഒരു സന്തോഷാ സ്വാമി, വേറെ ഒന്നല്ലോ, സുഖാണ്. നീ എന്തിനാ ഭജന കേൾക്കാൻ പോണത്? ഒരു സുഖം, നല്ല സുഖം, ആനന്ദമാണ് കേട്ടോണ്ടിരുന്നാൽ. നീ എന്തിനാണ് മദ്യഷാപ്പിൽ പോണത്? ചാരായം കുടിക്കാൻ പോണത് എന്തിനാ? സുഖാണ്. ആ സുഖത്തിന് വേണ്ടിയാണ്. എല്ലാം അതിനാ, ആനന്ദത്തിനാ. ചിലർ ചിലതിനെ നല്ലതെന്ന് പറയും, ചിലർ ചിലതിനെ ചീത്താന്ന് പറയും. അത്രയേ ഉള്ളൂ. ചിലർ ആശ്രമത്തിൽ പോകുന്നതിനെ ചീത്താന്ന് പറയും, ചാരായം കുടിക്കാൻ പോകുന്നതിനെ നല്ലതെന്ന് പറയും. ചിലർ ചാരായം കുടിക്കാൻ പോകുന്നത് നല്ലതെന്ന് പറയും, ആശ്രമത്തിൽ പോകണത് ചീത്ത പറയും. തിരിച്ച് അത് ചാരായം കുടിക്കണം മഹാമോശമാട്ടോ, പാടില്ല, ആശ്രമത്തിൽ പോവാം നല്ലതാ, ഇങ്ങനെയൊക്കെ പറയും. ഒരാളുടെ ദൃഷ്ടിയിൽ നല്ലതല്ലല്ലോ വേറെ ആളുടെ ദൃഷ്ടിയിൽ. ഏതാ ഇപ്പോൾ ചീത്ത? ചീത്ത ഉണ്ടോ? തെറ്റ് ശരി ഏതാ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഏതാ തെറ്റ് ഏതാ ശരി? ആപേക്ഷികാണ്. നിരപേക്ഷമായിട്ട് തെറ്റും ശരിയൊന്നുമില്ല. ചിന്തിക്കുക. അപ്പോൾ തൻ്റെ സച്ചിദാനന്ദഭാവം അറിഞ്ഞിരിക്കുമ്പോൾ അതിനെ നീക്കി സച്ചിദാനന്ദഭാവം നേടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പലതിനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലേന്ന് ആലോചിച്ച് നോക്കൂ. ആണിൻ്റെ പിന്നാലെ പോകുന്നുണ്ട്, പെണ്ണിൻ്റെ പിന്നാലെ പോകുന്നുണ്ട്, അത് എന്തൊക്കെയാണ് ചെയ്യണമെന്ന് കണക്കില്ല. എല്ലാം സുഖവും ആനന്ദവും ചിദ്ഭാവവും സദ്ഭാവവും നേടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ സത്തും ചിത്തും ആനന്ദവും ആണ് എന്നുള്ള ബോധത്തിൽ ഉറച്ചിരിക്കുന്ന ആൾ, ആ സച്ചിദാനന്ദ ഭാവത്തെ അനുഭവിക്കുന്ന ആൾ, അയാൾ എന്തെങ്കിലും ആഗ്രഹിക്കാൻ പോകുന്നുണ്ടോ? ന കിഞ്ചിത് വാഞ്ചതി, അയാൾ ഒന്നും ആഗ്രഹിക്കുന്നില്ല. പിന്നെ ന ശോചതി, അവൻ ദുഃഖിക്കണില്ല. അവൻ ദുഃഖിക്കുന്നില്ല. നാശരഹിതമായ ആത്മാവിൽ ഉറച്ചിരിക്കുന്ന ആൾക്ക് ദുഃഖമില്ല. ന ശോചതി, അതിന് ശോകമില്ല. ആത്മഭിന്നമായിട്ട് വസ്തുക്കളെ കാണുന്നവനേ ശോകമുള്ളൂ. ന ശോചതി. ന ദ്വേഷ്ടി, ദ്വേഷിക്കുന്നില്ല. ദ്വേഷം എന്ന് പറഞ്ഞാൽ ദുഃഖഹേതുവാകുന്ന എന്തിനെയെങ്കിലും അകറ്റാനുള്ള മനോഭാവമാണ് ദ്വേഷം. ഇതെനിക്ക് ദുഃഖത്തെ നൽകും എന്ന അറിവിൽ നിന്ന് എന്തിനെയെങ്കിലും അകറ്റാൻ നമ്മൾ ഇച്ഛിക്കുമ്പോൾ, പരിശ്രമിക്കുമ്പോൾ അതിന് പറയുന്ന പേരാണ് ദ്വേഷം. ഇവൻ ആരോടും ഒന്നിനോടും ദ്വേഷമില്ല. അടുപ്പിക്കാനും നോക്കണില്ല, അകറ്റാനും നോക്കണില്ല. സുഖേച്ഛുക്കളായ ജനങ്ങൾ മുഴുവൻ അവൻ്റെ അടുത്തേക്ക് അടുക്കുന്നുള്ളത് വേറെ വിഷയം. അവൻ ഒന്നിനെ അടുപ്പിക്കാൻ നോക്കണില്ല, ഒന്നിനെ അകറ്റാനും നോക്കണില്ല. സുഖസ്വരൂപൻ്റെ അടുത്ത് പോയി ഇരിക്കാനും കാണാനും കേൾക്കാനും എല്ലാവർക്കും ഇഷ്ടാവും. അതുകൊണ്ട് എപ്പോഴും ജനങ്ങൾ കൂടും, അത് വേറെ വിഷയം. പക്ഷെ അയാളൊന്നിനെ അടുപ്പിക്കാൻ നോക്കുന്നില്ല. നരമതേ, ഏതെങ്കിലും ബാഹ്യ വിഷയത്തെ ആശ്രയിച്ച് രമിക്കാൻ പോകുന്നില്ല. എനിക്ക് സുഖം കിട്ടാൻ അത് വേണം, ഇത് വേണം, മറ്റത് വേണം, മറിച്ചത് വേണമെന്ന് പറഞ്ഞ് പലതിൻ്റെ പിന്നാലെ നട്ടോട്ടം ഓടുന്നില്ല. എന്ത് പ്രാപ്തമാകുന്നോ സന്തോഷമായിട്ടിരിക്കുന്നു. ന രമതേ നോത്സാഹി ഭവതി. ഇത് വളരെ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ളൊരു വാക്യമായത്. ന ഉത്സാഹി ഭവതി, ഉത്സാഹം ഉള്ളവനാകുന്നില്ല എന്ന് വെച്ചാൽ അങ്ങനെ തൂങ്ങിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നതാണോ അർത്ഥം? അല്ല. പിന്നെന്താ അർത്ഥം? നമുക്ക് ഈ തളപ്പുണ്ടല്ലോ, ഇത് ഞാൻ അവിടെ ഉണ്ട് കേട്ടോ, ഞാൻ അവിടെ ഉണ്ട്, അത് ശ്രദ്ധിക്കണേ, ഞാൻ അവിടെ ഉണ്ട്, അങ്ങനെ നമുക്കൊരു കളിയില്ലേ? ഇല്ല. തൻ്റെ സാന്നിധ്യം അറിയിക്കാൻ വേണ്ടിയിട്ട് ശ്രീരാമകൃഷ്ണദേവൻ പറയാറുണ്ട്, ഈ കൂട്ടാൻ്റെ കഷ്ണം നുറുക്കി അടുപ്പത്തിട്ട് കഴിഞ്ഞാൽ ചാടി കളിക്കുന്നു. പാത്രത്തിൽ നിന്ന് ചാടുകയല്ലേ? ഏതുവരെ? ശരിക്ക് വെന്ത് പാകമായി കഴിഞ്ഞാലോ പിന്നെ ചാടുമോ? പിന്നെ പതുക്കെ ഇളകുക ചെയ്യണം. അതില്ലേ? ശ്രദ്ധയില്ലേ? ഇല്ലെങ്കിൽ വേണ്ട. ശ്രീരാമകൃഷ്ണദേവൻ തന്നെ പറയുന്ന മറ്റൊരു ഉദാഹരണമുണ്ട്. ഈ വെണ്ണ നമ്മൾ ഉരുക്കാൻ വെച്ചു, നെയ്യാക്കാൻ വെച്ചു അടുപ്പത്ത്. എന്ത് ബഹളാ ഭഗവാനെ, നാട് മുഴുവൻ ഞാൻ ഇവിടെ ഉണ്ട് കേട്ടോ, ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അറിയിക്കുകയാണ്. അതിൻ്റെ ശബ്ദം ആപാര ശബ്ദമാണ്. എന്നാൽ അതിലത്തെ ജലാംശം മുഴുവൻ വറ്റി.
നല്ല പാകമായി, നെയ്യായി. ഇപ്പോഴോ ഒരു ശബ്ദവും ഇല്ല. ശബ്ദമുണ്ടോ? ഒരു ശബ്ദവും ഇല്ല. ഇതുപോലെയാ നമ്മൾ ഈ ശാസ്ത്രം പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സാധനാക്രമത്തിൽ വ്യാപരിക്കുമ്പോൾ, ഞാനിവിടെ ഉണ്ട് കേട്ടോ, ഞാൻ അതൊക്കെ ചെയ്യുന്ന ആളാണെന്ന് അറിയിക്കാൻ വലിയ ത്വര ഉണ്ടാവും. ഈ ഡാൻസൊക്കെ പഠിക്കാൻ പോണ കുട്ടികളെ കണ്ടില്ലേ? ഡാൻസൊക്കെ പഠിച്ചിട്ട് ഒരു 1-2 കൊല്ലമൊക്കെ പഠിക്കാൻ, കൈ കൊണ്ട് കളിക്കും, കാലുകൊണ്ട് കളിക്കും, അങ്ങനെയൊക്കെ പോണ കണ്ടറിയാം ആ കുട്ടി ഡാൻസ് പഠിക്കുന്ന കുട്ടിയാണ്. നേരെ മറിച്ച് നല്ല ഉപസ്ഥിതി വന്നാലോ, ഡാൻസിൻ്റെ വലിയ ആചാര്യമായിട്ട് അതിൽ സുപ്രതിഷ്ഠ ആയാലോ, ഒരു തരത്തിൽ നമുക്ക് മനസ്സിലാവില്ല ഇയാൾ പഠിച്ചതാണോ അല്ലയോ. കൈകൊണ്ടും കളിയില്ല, കാലുകൊണ്ടും കളിയില്ല. ഇതുപോലെയാണ് പാട്ടും അങ്ങനെ തന്നെ കേട്ടോ. പാട്ട് പഠിക്കുന്ന കാലത്ത് ഇങ്ങനെ ഒരു മുളൽ കേട്ടാൽ അറിയാം ഇയാൾ പഠിക്കുന്നുണ്ടല്ലോ പാട്ട്. പക്ഷേ ഉപസ്ഥിതി വന്നാലോ ഒന്നുമില്ല. ഇതുപോലെ തന്നെ വേദാന്തമൊക്കെ പഠിക്കുന്ന കാലത്ത് നമ്മൾ വിചാരിക്കും എല്ലാവരും ഉപദേശവും നേരെയായി കളയാം, നാടൊക്കെ ഒന്ന് നന്നാക്കാൻ നോക്കണമല്ലോ. കുറച്ച് ക്ലാസ്സൊക്കെ സംഘടിപ്പിച്ചിട്ട് നാടൊന്ന് നന്നായി കളയാം. പിന്നെ മനസ്സിലാവും എനിക്ക് ലോകത്തിലാകെ ഒരാളെ മാത്രമേ നന്നാക്കാൻ കഴിയൂ. ആരെയാണത്? എന്നെ. വേറെ ആരെയാ? മോനെ നന്നാക്കാൻ പറ്റുമോ? മോളെ നന്നാക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ എൻ്റെ മോളെ ഞാൻ പ്രസവിച്ചതാ, എനിക്ക് അവളെ നന്നാക്കാൻ പറ്റും? ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ വിഡ്ഢിത്താണ്. സാധ്യമല്ലടോ. നിനക്ക് നിന്നെ മാത്രമേ നന്നാക്കാൻ കഴിയൂ. ഇതാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. നിനക്ക് നിന്നെ മാത്രമേ ചീത്തയാക്കാൻ കഴിയൂ, ഇവരാരെയും ചീത്തയാക്കാൻ കഴിയില്ല. അയ്യോ എൻ്റെ സ്വാമി, അവൻ്റെ കൂട്ട് കൂടിയിട്ട് എൻ്റെ മോൻ കേട് വന്നു. അതെന്താണ് നിൻ്റെ മോൻ്റെ കൂട്ട് കൂടിയിട്ട് അവൻ കേട് വന്നു എന്ന് എന്താ പറയാത്തത്? എന്തൊരു കഷ്ടമാണ്. പലരും ആശ്രമത്തിൽ വന്ന് പറയാറുണ്ട്, സ്വാമി അവൻ്റെ ദുഷിച്ച കൂട്ടുകെട്ട് പെട്ടിട്ട് എൻ്റെ മോൻ കേട് വന്നു പോയി. അപ്പം നിങ്ങളെ മോൻ നല്ല മോയെ, ബാക്കി കുട്ടികളൊക്കെ മോശക്കാരല്ലേ? അങ്ങനെ പറയാൻ പാടുണ്ടോ? എല്ലാ കുട്ടികളെയും നമ്മൾ ഒരുപോലെ സ്നേഹിക്കണ്ടേ? ചിലപ്പോൾ തിരിച്ചാവും സത്യം. അതിപ്പോൾ ഇവർക്കറിയോ? അതുകൊണ്ട് മനസ്സിലാക്കുക, ഈ തിളയൊക്കെ അവിടെ നിൽക്കും, ശാന്തവും. ശാന്തമായ ആൾക്ക് തിളയ്ക്കാനും പറ്റും കഴിയും. തിളയ്ക്കുന്ന ആൾക്ക് ശാന്തി ഉണ്ടാവില്ല. രണ്ടിനും വ്യത്യാസം മനസ്സിലായി. ശാന്തി കൈവന്ന ആൾക്ക് എന്ത് തിളയും തിളയ്ക്കാം. അതേസമയം തിള മാത്രമുള്ള ആൾക്ക് ശാന്തി ഉണ്ടാവുമോ? അതുണ്ടാവില്ല. അത് ശ്രദ്ധിക്കുക. അപ്പോൾ ന ഉത്സാഹി ഭവതി, ശാന്തനാകുന്നു. നിരിന്ധന ഇവാനല്ല. അഗ്നി ഇന്ധനം ശമിച്ചാൽ കനലാകുന്ന പോലെ ജ്വാലയൊക്കെ പോയി, ആളിക്കത്തലൊക്കെ നിന്നു, തന്നിൽ താനായി ഒതുങ്ങി. ശ്രദ്ധിക്കുക. നോത്സാഹി ഭവതി യജ്ഞ. അപ്പോൾ നമുക്ക് സംശയം, ആദ്യം പറഞ്ഞു എന്തൊന്ന് ലഭിച്ചാൽ, അപ്പോൾ എവിടെയെങ്കിലും പോയി ലഭിക്കേണ്ടതാണോ എന്ന് സംശയം വന്നു. അങ്ങനെയൊന്നല്ല, യാതൊന്നിനെ പ്രാപിച്ചാൽ എന്ന് പറഞ്ഞു. അപ്പോഴും സംശയമുണ്ട്, പുറമേ നിന്നാണല്ലോ പ്രാപിക്കുക. അപ്പോൾ പറയുന്നു യത് ജ്ഞാത്വാ. ഇത് പോയി പ്രാപിക്കൊന്നും വേണ്ട. ഈ പ്രാപ്തി എന്ന് പറഞ്ഞാൽ ഇതിനെ അറിയലാണ്. നമ്മൾ അറിഞ്ഞാൽ പ്രാപിക്കലായി, അങ്ങനെ അറിയോ? അങ്ങനെ ഉണ്ടോ? അറിഞ്ഞാൽ പ്രാപിച്ചു, അങ്ങനെ ഇല്ലല്ലോ സ്വാമി. നോക്കൂ, ഇപ്പോൾ ഇവിടെ പലരും ഈ കൂട്ടത്തിൽ ഇരിക്കണ കൂട്ടത്തിൽ തന്നെ പലരും കഴുത്തിൽ മാലയൊക്കെ ഉണ്ട്. പല ആൾക്കാർക്കും ഇവിടെ ഉണ്ട് കഴുത്തിലൊരു മാല. അത് രുദ്രാക്ഷമാലയാണ്. വേറെ പലർക്കും പല ജാതി മാലകളുണ്ട്. നല്ലത് തന്നെ, സന്തോഷം. എന്നാൽ ഇപ്പോൾ ഇടാത്ത ജാതി ചില മാലകൾ ചില പ്രത്യേക സന്ദർഭങ്ങളിലൊക്കെ ഇടുന്ന മാല ഉണ്ട്. എന്തായാലും പറയുന്നത് നെക്ലേസ് ഇല്ലേ? നെക്ലേസ് ഉണ്ട്. അത് എന്നോടില്ലല്ലോ. അതിന് കണ്ഠചാമീകരം എന്നാണ് സംസ്കൃതത്തിൽ പറയുക. ചാമീകരം, അത് ചാമീകരമാണ് നെക്ലേസ്. ഈ നെക്ലേസ് ദിവസവും ആരും ഇടാറില്ല. വല്ല കല്യാണത്തിനോ വല്ല മരണത്തിനോ അങ്ങനെയൊക്കെ. അത് 4 ആൾ കൂടുന്നിടത്തേക്ക് പോകുമ്പോഴാണ് ഇടുക, ആണല്ലോ അല്ലേ? അങ്ങനെയല്ലേ? എന്താ അല്ല, എങ്ങനെ 4 ആൾ കൂടുന്നിടത്തേക്ക് പോകുമ്പോഴാണ് ഈ സാധനം ഇടുക. അപ്പോൾ സമയമായി പോകാൻ സമയമായി. ഇതൊട്ട് കാണുന്നില്ല. വീട്ടിലാകെ ബഹളം. പല വീട്ടിലും സംഭവിക്കണതാണ്. എവിടെ പോയി? കാണുന്നില്ല. ഞാൻ അവിടെ വെച്ചിരുന്നു, അവിടെ വെച്ച താൻ എവിടെ പോയി? അപ്പോൾ ഭർത്താവിന് സംശയമായി, നിങ്ങളെടുത്ത് പണയം വെച്ചുവോ? എവിടെയെങ്കിലും കൊണ്ടുപോയോ? ഞാൻ എടുത്തിട്ടില്ല. പിന്നെ അത് എവിടെ പോയി? ഞാൻ വെച്ചതല്ലേ എന്നൊക്കെ പറഞ്ഞ് ലഹള കൂടുകയാണ്. അപ്പോഴാണ് മകൻ അല്ലെങ്കിൽ മകൾ പറയണത്, അമ്മയുടെ കഴുത്തിൽ തന്നെ ഉണ്ടല്ലോ
ഓ ഇവിടെ തന്നെ ഉണ്ടായിരുന്നില്ലേ, ആ മിഞ്ഞാന്ന് മറ്റേ വീട്ടിൽ മരണം നടന്നപ്പോൾ കൊണ്ടുപോയിട്ട് പിന്നെ ഞാൻ ഊരി വെച്ചിട്ടില്ല, മറന്നുപോയി. അപ്പം നോക്കൂ, ഇവിടെ കിട്ടിയിട്ടോ, വരൂ ഇനി വൈകണ്ട, വേഗം പോവാ. ജാമീകരം കിട്ടിയോ? കിട്ടി പറയില്ലയോ ഇല്ലേ, പറയില്ലേ? എവിടുന്ന് കിട്ടി? അവിടെ തന്നെ ഉണ്ടായിരുന്നു, എവിടുന്ന് കിട്ടിയതല്ല. ഇതാണ് ചിലതറിഞ്ഞാൽ നമ്മൾ കിട്ടി പറയും. അറിവ് തന്നെയാ കിട്ടില്ല. പ്രാപ്തി അവഗതി, അവഗതിരേവ ഗതി. അറിയലാണ് ഗതി. അറിഞ്ഞാൽ പ്രാപിച്ചു, അറിഞ്ഞിട്ടില്ലെങ്കിൽ കൂടെ ഉണ്ടെങ്കിലും പ്രാപിക്കണില്ല. പലപ്പോഴും നമ്മൾ പല ദിവ്യ മഹാപുരുഷന്മാരുടെയും കൂടെ ജീവിക്കും, അറിയില്ല. പിന്നെ അവർ മരിച്ചു കഴിഞ്ഞിട്ട് അറിയാം, ഇത്ര വലിയ ആളെ കൂടെയാണ് ഞാൻ ജീവിച്ചില്ലേ, ഇനി എന്ത് കാര്യം? ഒരു കാര്യവുമില്ല. അപ്പോൾ ദുഃഖവും. ഇങ്ങനെ പലപ്പോഴും സംഭവിക്കും, നമുക്ക് പലപ്പോഴും സംഭവിക്കാറുണ്ട്. അപ്പം അറിവാണ് അവിടെ പ്രാപിക്കൽ. ചില ആൾക്കാരെ കാണുമ്പോൾ നമുക്കൊരു വിരോധമോ ഇയാളാളൊരു ദുഷ്ടനാണല്ലോ എന്നൊക്കെ ഒരു തോന്നലൊക്കെ ഉണ്ടാവും. പക്ഷെ പിന്നെ അടുക്കുമ്പോഴാണ് മനസ്സിലാവുക, എന്ത് നല്ല മനുഷ്യനാ, അയ്യോ എത്ര കാലം ഇയാൾ അറിയാതെ പോയി എന്ന് നമുക്കുണ്ടാവും. അവിടെ അറിവാണ് പ്രാപിക്കൽ. അപ്പം ഇത് പ്രാപിക്കേണ്ടതല്ല, അറിയേണ്ടതാണ്. ഭക്തിയെ ലഭിക്കേണ്ടതല്ല, ഭക്തിയെ പ്രാപിക്കേണ്ടതല്ല, പിന്നെ ഭക്തിയെ അറിയേണ്ടതാണ്. ഉള്ളിലുള്ള ഭക്തിയെ അനുഭവിക്കേണ്ടതാണ്. ആ അറിവും അനുഭവവും വന്നാൽ യത് പ്രാപ്യ യത് ജ്ഞാത്വാ മത്തോ ഭവതി, അവൻ മത്തനാകുന്നു. മത്തൻ, ആനന്ദമത്തൻ. സാധാരണ ഇപ്പോൾ ലോകത്തിൻ്റെ ഒരു ദേഹ താതാത്മ്യം ഒരു ഭാഗത്ത്, പിന്നെ ഞാൻ ഇന്ന ആളാണ്, ഇന്നലെ എങ്ങനെയൊക്കെ പെരുമാറാൻ പാടുള്ളൂ എന്നുള്ള ചില കൽപ്പനകളിലാണ് നമ്മൾ ഇരിക്കുന്നത്, ഇല്ലേ? ഓരോരോ കൽപ്പന അങ്ങനെ ഇല്ലേ നമുക്ക്? ഇല്ല, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുള്ളൂ, ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ചെറുപ്പത്തിലെ അമ്മയും അച്ഛനൊക്കെ അടക്കം ഒതുക്കവും വേണം കേട്ടോ ജീവിതത്തിൽ, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്. എന്തെങ്കിലും ഒന്ന് ചെയ്യുമ്പോഴത്തേക്ക് ഒന്ന് കാലാട്ടുമ്പോൾ കാലാട്ടരുത്, ഒന്ന് തലയൊറിയുമ്പോൾ തലയൊറിയാൻ പാടില്ല. എന്താ പിന്നെ എനിക്ക് സ്വാതന്ത്ര്യമുള്ളത്? നമ്മൾ സ്വതന്ത്ര രാജ്യത്തിലല്ലേ ജീവിക്കണത്, ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ചെറുപ്പത്തിലേ ഇങ്ങനെ ഓരോരോ പൊട്ടിച്ചിരിക്കരുത്, മുഖം വീർപ്പിച്ചിരിക്കരുത്, ഇല്ല ചിരിക്കാന്ന് വിചാരിച്ചാലോ അവിടെ പാടുമില്ല. എല്ലാം കൂടി ആകെ പ്രശ്നമാണ്. ഇങ്ങനെ അനേക വിലക്കുകളെ കേട്ട് 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 നമ്മളൊരു കൃത്രിമത്വത്തിൻ്റെ ഭാവം എടുത്ത് ധരിച്ചിരിക്കുക. പറഞ്ഞാൽ ആർക്കും വിഷമം തോന്നരുതേ, നമ്മൾ 99.99 പേരും കൃത്രിമത്വത്തിൻ്റെ ആവരണം ധരിച്ചിരിക്കുക. അതിനെ ടെൻഷന് കാരണം. ഒന്ന് തുറന്നുള്ള പോലെ പെരുമാറി എന്തൊരു സുഖമാണ്, ചിരിക്കാന്ന് ചിരിക്കുക, കരയാന്ന് തോന്നിയാൽ കരയാ, എന്താ കുഴപ്പം? സ്വാമി അത് ഭ്രാന്തനല്ല, എന്താ കുഴപ്പം? ഇതെന്തിനീ അടക്കി പിടിച്ചിരിക്കണേനൊക്കെ നല്ലതല്ലേ അത്? ഒന്ന് തുറന്ന് ചിരിക്കാൻ തന്നെ ആൾക്കാർക്ക് മടിയാണ്, എന്താ ചെയ്യുക? അപ്പം ഈ കൃത്രിമത്വങ്ങളൊക്കെ നടു പോവുക. എന്തായി? മത്തോ ഭവതി, മത്തനായി. എന്താ വെച്ചാൽ ഭക്തിയുടെ ഭാവത്തിൽ അവൻ മത്തനായി. ഒച്ചത്തൊരു നാമം ജപിക്കാൻ തന്നെ മടിയാ. ചുണ്ടൊന്ന് പുറത്തേക്ക് ശബ്ദം പറ്റണ്ടേ, നാലാൾ കേട്ടാൽ മോശമല്ല. എന്ത് മോശം, നാമം ജപിച്ചാൽ എന്താ മോശമല്ല? ആനന്ദമത്തനായിരിക്കുന്ന ആൾ എപ്പോഴും സന്തുഷ്ടനാ, അയാളുടെ ചുറ്റുപാട് എപ്പോഴും സന്തോഷമാണ്. ചിന്തിക്കുക. യല്ലബ്ധ്വാ യത് പ്രാപ്യ യത് ജ്ഞാത്വാ, യാതൊന്നിനെ ലഭിച്ചിട്ട്, യാതൊന്നിനെ പ്രാപിച്ചിട്ട്, യാതൊന്നിനെ അറിഞ്ഞിട്ട് മത്തനായിത്തീരുന്നു. ആനന്ദമത്തൻ. ഇതൊന്നും പുറമേ വ്യാഖ്യാനിക്കേണ്ടതോ പറയേണ്ടതോ ആയ വിഷയങ്ങളല്ല. ആനന്ദസ്വരൂപത്തിൽ സ്വയം ആമഗ്നനായി, മത്തനായി. മത്തോ ഭവതി സ്തബ്ധോ ഭവതി, അവൻ സ്തബ്ധനായി എന്നാ പറഞ്ഞത്. എന്ന് വെച്ചാൽ സ്തബ്ധനായി എന്ന് പറഞ്ഞാൽ തൂണ് പോലെ തൻ്റെ ചുറ്റുപാട് എന്ത് നടന്നാലും ഒരു പ്രശ്നമില്ല. എന്തിനെ പിന്നാലെ വെറി പിടിച്ച് ജനങ്ങളിങ്ങനെ ഓടുന്നത് കാണുമ്പോൾ അയാൾക്കൊരു പ്രശ്നമില്ല, സന്തോഷം.
സ്തംഭം പോലെ എന്ന് പറഞ്ഞാൽ അയാൾക്ക് ജീവനില്ല എന്നുള്ള അർത്ഥം എടുക്കരുതേ. സ്തബ്ധോ ഭവതി എന്നുള്ളതിന് സ്തംഭം പോലെയായി, തൂണ് പോലെയായി എന്നർത്ഥം. സ്തബ്ധോ ഭവതി. ഇത്രയേ ഉള്ളൂ. ഈ പ്രപഞ്ച നാടകത്തിൻ്റെ എല്ലാ രഹസ്യവും മനസ്സിലായി. ആലാപമാത്രമഖിലം. ഇത് വെറും പറച്ചിൽ മാത്ര, ഇത് വെറും പേരിന് മാത്രമുള്ളതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞു. സ്തബ്ധൻ. പിന്നെ അപ്പം സ്തബ്ധനായി എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ചിലപ്പോൾ തോന്നും ഒരു ജീവനില്ലാത്തൊരു ഭാവമാണ് അവനെന്ന്. ഒരിക്കലും അല്ല. ആത്മാരാമോ ഭവതി. അവൻ ആത്മാരാമനായി തന്നിൽ തന്നാൽ ആനന്ദിച്ചു കഴിയുന്നവനാകുന്നു. ആനന്ദഭാവത്തിൽ അവൻ കഴിയുന്നു. ആനന്ദസ്ഫുരണമാണ് എപ്പോഴും. അങ്ങനെ ആത്മാവിൽ തന്നെ തന്നിൽ തന്നെ ആരമിച്ച് അയാൾ കഴിയുന്നു. ഇതാണ് പരാഭക്തി നേടിയാലുള്ള ലക്ഷണങ്ങളെ പറയുന്നത്. അപ്പോൾ 3 സൂത്രങ്ങൾ ഒന്നുകൂടി നോക്കൂ. യല്ലബ്ധ്വാ പുമാൻ സിദ്ധോ ഭവതി അമൃതോ ഭവതി തൃപ്തോ ഭവതി. യത് പ്രാപ്യ ന കിഞ്ചിത് വാഞ്ചതി ന ശോചതി ന ദ്വേഷ്ടി ന രമത്തെ നോത്സാഹി ഭവതി. യജ്ഞാത്വാ മത്തോ ഭവതി സ്തബ്ധോ ഭവതി ആത്മാരാമോ ഭവതി. വ്യക്തമാണല്ലോ. ഇതാണ് പരാഭക്തി നേടിയാലുള്ള ലക്ഷണങ്ങൾ. ഇനി ഈ ഭക്തി എങ്ങനെയുള്ളതാണ് അതിനെപ്പറ്റി വിശദമായി ചിന്തിക്കുകയാണ്. തുടർന്ന് അടുത്ത സൂത്രം മുതൽ നമുക്ക് അടുത്ത പ്രാവശ്യം ആവാം. 7-ാം സൂത്രം അടുത്ത പ്രാവശ്യം. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം